വീഡിയോ 4 ശാസ്ത്രീയ വിജ്ഞാനം ഭാഗം 1 പ്രകൃതിയുടെ 3 തലങ്ങൾ. ഈ വീഡിയോ പരമ്പരയുടെ സുപ്രധാന ലക്ഷ്യം നമ്മുടെ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തെ സൂചിപ്പിക്കുന്നതിന് ആദി കാരണം, യാഥാർത്ഥ്യം എന്നീ പദങ്ങൾ പര്യായങ്ങൾ പോലെ ഉപയോഗിക്കാം. ഈ വിഷയത്തെപ്പറ്റി ശാസ്ത്രത്തിലും മതവിശ്വാസത്തിലും ഉള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. അതിനാൽ ആദികാരണം എന്ന സമസ്യ പരിഹരിക്കുന്നതിന് ശാസ്ത്രത്തിൻ്റെയും മതവിശ്വാസത്തിൻ്റെയും അറിവുകളെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. മതവിശ്വാസത്തിൻ്റെ അപഗ്രഥനം മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കുന്നു. ആ നിലയ്ക്ക് ശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിലുള്ള ആദികാരണമാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ ചിന്താവിഷയം. അതിനുവേണ്ടി പ്രാപഞ്ചിക വസ്തുക്കളുടെ ഏറ്റവും മൗലികമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. അതിൻ്റെ ന്യായം ഒരു ഉദാഹരണം വഴി പറയാം. ഒരു കാറിൻ്റെ ഘടകങ്ങൾ ഉണ്ടായ ശേഷമേ കാർ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കറിയാം. അതിനാൽ ഘടകങ്ങളുടെ ഉത്ഭവം എങ്ങനെയെന്ന് നോക്കിയാണ് കാറിൻ്റെ ആരംഭത്തെപ്പറ്റി അറിയുന്നത്. ശാസ്ത്രീയ വിജ്ഞാനത്തിൻ്റെ മേഖലയിലേക്ക് കടക്കുന്നതിന് ആമുഖമായി ചില പ്രധാന ആശയങ്ങൾ നിർവചിക്കേണ്ടത് ആവശ്യമാണ്. പ്രപഞ്ചം, പ്രകൃതി, അചേതന വസ്തുക്കൾ, ജീവനുള്ള വസ്തുക്കൾ, ദ്രവ്യം, ഊർജം, ഭൗതിക ലോകം, പരിണാമം എന്നീ ആശയങ്ങളാണ് വിശദീകരിക്കുന്നത്. എന്താണ് പ്രപഞ്ചം, അതായത് യൂണിവേഴ്സ്? നാം എന്തിനെയാണോ സ്ഥിതി ചെയ്യുന്നതായി കണക്കാക്കുന്നത് അതിനെ വസ്തു, തിങ് എന്ന് വിളിക്കാം. അപ്രകാരമുള്ള വസ്തുക്കളുടെ മൊത്തതയാണ് പ്രപഞ്ചം. നമ്മുടെ ചിന്തയിൽ വരുന്ന വസ്തുക്കളെ അദൃശ്യം, ദൃശ്യം, ഇൻവിസിബിൾ, വിസിബിൾ എന്നീ 2 വിഭാഗങ്ങളാക്കുന്നു. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച് അറിയുന്നവയാണ് ദൃശ്യവസ്തുക്കൾ. ജലം, വായു, സ്വർണം, വെള്ളി, വീട്, ഭൂമി, സൂര്യൻ എന്നിങ്ങനെ ഉദാഹരണങ്ങൾ പറയാം. എന്നാൽ ദ്രവ്യവസ്തുക്കളുടെ ഉള്ളിൽ ഗുണങ്ങൾ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ ശുദ്ധദ്രവ്യം, പ്യുവർ മാറ്റർ ഉണ്ടെന്ന് നാം നിരൂപിക്കുന്നു. ഈ ശുദ്ധദ്രവ്യം അദൃശ്യമാണ്, അതിന് ഗുണങ്ങളൊന്നുമില്ല. അതുപോലെ ജീവൻ, മനസ്സ്, ദൈവം, ആത്മാവ്, സ്വർഗം, നരകം മുതലായവയും അദൃശ്യ വസ്തുക്കൾ അഥവാ സത്തകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഇത്തരം അദൃശ്യ സത്തകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് നാം ന്യായമായി കരുതുന്നുണ്ട്, അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ട്. ജീവികളിൽ നാം ജീവൻ്റെയും മനസ്സിൻ്റെയും പ്രവർത്തനങ്ങൾ കാണുന്നു. എന്നാൽ ജീവൻ, മനസ്സ് എന്നീ സത്തകൾ അദൃശ്യമാണ്. അതുപോലെ തന്നെയാണ് മതത്തിലെ ദൈവം, ആത്മാവ് മുതലായ സത്തകളും. എന്താണ് പ്രകൃതി അഥവാ നേച്ചർ? പ്രപഞ്ചത്തിൽ നിന്ന് മതവിശ്വാസപരമായ സത്തകളെ ഒഴിവാക്കിയാൽ പ്രകൃതി എന്ന ആശയം ലഭിക്കുന്നു. പ്രകൃതിയിലെ ദൃശ്യവസ്തുക്കളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവയെ അചേതന വസ്തുക്കൾ, ജീവനുള്ള വസ്തുക്കൾ അഥവാ ജീവികൾ എന്നീ 2 സംഘങ്ങളായി വിഭജിക്കുന്നു. നമ്മുടെ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ പ്രകൃതി എങ്ങനെയുണ്ടായി എന്നാണ് അർത്ഥമാക്കുന്നത്. ദ്രവ്യം, ഊർജം എന്നിവ എന്താണ്? ജീവികളുടെ ജീവനെ പരിഗണിക്കാതെ ശരീരത്തെ മാത്രം കണക്കിലെടുത്താൽ അത് അചേതന വസ്തുവാണ്. നാം കാണുന്ന ത്രിമാനങ്ങളുള്ള അചേതന വസ്തുക്കൾക്ക് പൊതുവായി ഒരു നിർമ്മാണ വസ്തു ഉണ്ടെന്ന് നാം സങ്കല്പിക്കുന്നു. അതിനെ ദ്രവ്യം അഥവാ മാറ്റർ എന്ന് വിളിക്കുന്നു. ഈ വീടിൻ്റെ കാര്യത്തിൽ ഇഷ്ടികയാണ് നിർമ്മാണ വസ്തു എന്ന് പറയുന്നത് പോലെയാണിത്. ഇവിടെ ദ്രവ്യം എന്നത് ദൃശ്യവസ്തുവാണെന്ന് കണക്കാക്കുന്നു. ദൃശ്യവസ്തു ചലിക്കുന്നതിനും രാസപ്രവർത്തനത്തിനും ഊർജം അഥവാ എനർജി ആവശ്യമാണ്. ഏതെങ്കിലും ജോലി ചെയ്യാനുള്ള കഴിവ് എന്നാണ് ഊർജത്തിൻ്റെ നിർവചനം. ഏതെങ്കിലും പ്രവർത്തനത്തിൻ്റെ അളവാണ് ഊർജം എന്നും പറയാം. അതിനാൽ ഊർജം എന്നത് ത്രിമാനങ്ങളുള്ള വസ്തു അല്ല. പ്രകാശം, ശബ്ദം, ചൂട് മുതലായവ ഊർജത്തിന് ഉദാഹരണങ്ങളാണ്. ഭൗതികലോകം എന്താണ്? പ്രകൃതിയിലെ വസ്തുക്കളെ ദ്രവ്യവും ഊർജവും ചേർന്നുണ്ടായ വസ്തുക്കളായി കണക്കാക്കിയാൽ അത്തരം വസ്തുക്കളുടെ സഞ്ചയമാണ് ഭൗതിക ലോകം. ഈ വീക്ഷണത്തിലൂടെ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ആവശ്യമായ അടിസ്ഥാന ആശയങ്ങൾ ദ്രവ്യം, ഊർജം, ദ്രവ്യമാനം, സ്ഥലം, കാലം, ദൂരം, ചലനം, മാറ്റർ, എനർജി, മാസ്, സ്പേസ്, ടൈം, ഡിസ്റ്റൻസ്, മോഷൻ എന്നിവയാണ്. ഈ വക അടിസ്ഥാന ആശയങ്ങളെ പൊതുവായി ഭൗതികമെന്ന് വിശേഷിപ്പിക്കാം. അവയെല്ലാം അളക്കാൻ പറ്റുന്ന ഗുണങ്ങളാണ്, മെഷറബിൾ ഓർ ക്വാണ്ടിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ്. പ്രകൃതിയിലെ അചേതനമായ ദ്രവ്യവസ്തുക്കൾ, ഊർജം എന്നിവ ചേർന്ന മൊത്തതയാണ് ഭൗതിക ലോകം.
കാണാവുന്ന ദ്രവ്യത്തിൻ്റെ പ്രത്യേക ഗുണങ്ങളെ പ്രാഥമികം, രണ്ടാം തരം എന്നിങ്ങനെ 2 വിഭാഗങ്ങളാക്കാം. നീളം, വീതി, കനം, ഭാരം, വ്യാപ്തം, ആകൃതി എന്നിവയാണ് പ്രാഥമിക ഗുണങ്ങൾ. അത് ദൃശ്യമായ ദ്രവ്യത്തിനോട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിറവും മണവും നമ്മുടെ മനസ്സിൽ തോന്നുന്ന രണ്ടാം തരം ഗുണങ്ങളാണെന്ന് പറയാം. പക്ഷേ പ്രാഥമികം, രണ്ടാം തരം എന്നീ വിഭാഗത്തിലുള്ള ഗുണങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മാത്രം ഒരു ദ്രവ്യവസ്തു ഉണ്ടാകുകയില്ലെന്ന് നമുക്കറിയാം. അതിനാൽ നാം കാണുന്ന ഒരു വസ്തുവിനുള്ളിൽ അദൃശ്യമായ ശുദ്ധദ്രവ്യം ഉണ്ടെന്ന് യുക്തിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അന്തർലീനമായ ശുദ്ധദ്രവ്യത്തിന് പ്രത്യേകമായി ഗുണമൊന്നുമില്ലെന്ന് കണക്കാക്കാം. ഉദാഹരണമായി, ശുദ്ധദ്രവ്യവും പ്രാഥമിക ഗുണങ്ങളും കൂടിച്ചേർന്നാണ് പ്ലാസ്റ്റിക് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു ഉദാഹരണമായി, ഒരു മാങ്ങയെ ആയിരക്കണക്കിന് കഷ്ണങ്ങളായി മുറിക്കുക. അതിൽ ഓരോ കഷ്ണത്തിനും കാണാവുന്ന ഗുണങ്ങൾ, ശുദ്ധദ്രവ്യം എന്നിവ ഉണ്ടായിരിക്കും. അങ്ങനെ യുക്തിപരമായി ചിന്തിക്കുമ്പോൾ ഈ ഭൗതിക ലോകത്തിലെ ഓരോ വസ്തുവും കാണാവുന്ന ഗുണങ്ങൾ, ശുദ്ധദ്രവ്യം എന്നിവ ചേർന്നുണ്ടായതാണ് എന്ന് മനസ്സിലാക്കാം. ദൃശ്യമായ ദ്രവ്യവും അദൃശ്യമായ ശുദ്ധദ്രവ്യവും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കാൻ ഫിലോസഫിയുടെ സഹായം വേണം. അക്കാര്യം പിന്നീട് ചർച്ചാ വിഷയമാക്കുന്നതാണ്. എങ്കിലും ശാസ്ത്രീയ വിജ്ഞാനത്തിൻ്റെ സന്ദർഭത്തിൽ ദൃശ്യമായ ദ്രവ്യം മാത്രമേ നമ്മുടെ പരിഗണനയിൽ വരുന്നുള്ളൂ. അടുത്തതായി നാം പരിഗണിക്കുന്നത് ഭൂമിയിൽ മാത്രം കാണപ്പെടുന്ന ജീവനുള്ള വസ്തുക്കൾ ചേർന്ന ജീവലോകമാണ്. അതിന് താഴ്ന്ന, ഉയർന്ന എന്നീ 2 തലങ്ങളുണ്ട്. താഴ്ന്ന ജീവലോകത്തിൽ പെടുന്ന ജീവികൾക്ക് ഭൗതിക ശരീരവും ജീവനുമുണ്ട്. ഉയർന്ന ജീവലോകത്തിൽ പെടുന്ന ജീവികൾക്ക് ജീവന് പുറമേ മനസ്സുകൂടിയുണ്ട്. അങ്ങനെ പ്രകൃതിക്ക് 3 തലങ്ങളുണ്ടെന്ന് കാണാം. അതിനെ താഴെ കൂടുതൽ ഒരു ചിത്രത്തിലൂടെ വ്യക്തമാക്കാം. പ്രകൃതിയുടെ 3 തലങ്ങൾ സൂചിപ്പിക്കുന്നത് ക്രമാനുഗതമായ വികസനമാണ്. അതിനെ പരിണാമം എന്ന് പറയാം. ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം അനുസരിച്ച് ഭൗതിക ലോകം ഉണ്ടായത് 1370 കോടി വർഷങ്ങൾ മുമ്പാണ്. പിന്നീട് 900-ൽ പരം കോടി വർഷങ്ങളിൽ ഭൗതിക വസ്തുക്കൾക്ക് പരിണാമം സംഭവിച്ചു. അങ്ങനെ 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി രൂപപ്പെട്ടു. 350 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും ചെറിയ ജീവികൾ രൂപം കൊണ്ടു. അവയുടെ വികാസ പരിണാമത്തിലൂടെയാണ് ഇന്ന് കാണുന്ന ജീവലോകം ഉണ്ടായത്. ഭൗതിക ലോകത്തിൻ്റെയും ജീവജാലങ്ങളുടെയും പരിണാമം കാണിക്കുന്ന ചിത്രങ്ങൾ ഇനി കൊടുക്കുന്നു. ഈ യൂട്യൂബ് ചാനൽ താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.